ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 439 റാങ്ക്, JEE മെയിൻ പരീക്ഷയിലാണെങ്കിൽ 876 റാങ്ക്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 100% സ്കോറോടെ ഒരു മികച്ച റാങ്ക്. എനിക്കൊപ്പം ഉള്ളത് നെവിൻ സിബിയാണ്. നെവിൻ്റെ വീട് ആലപ്പുഴയിലാണ്. നെവിനെ കാണാൻ ഞങ്ങളിതാ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. നെവിൻ, ആദ്യമായി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ JEE അഡ്വാൻസിന് മികച്ച റാങ്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ JEE മെയിന് നല്ല റാങ്ക് ഉണ്ടായിരുന്നു, കീമിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഒത്തിരി സന്തോഷമുണ്ട്. നല്ല റാങ്ക് കിട്ടിയത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എന്നെ ബ്രില്യൻറ്റിൽ ചേർന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര നല്ല റാങ്ക് കിട്ടിയത്. ഞാൻ ബ്രില്യൻറ്റ് ഫാമിലിയോട് ഒത്തിരി നന്ദി കടപ്പെട്ടിരിക്കുന്നു. എന്ത് പറഞ്ഞു എല്ലാവരും റിസൾട്ടൊക്കെ വന്നതിന് ശേഷം? കൂട്ടുകാരും ഫാമിലിയൊക്കെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു, എല്ലാവരും നല്ലൊരു റാങ്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരുന്നു ഫാമിലിയൊക്കെ? നല്ല റാങ്ക് കിട്ടുമെന്നുണ്ടായിരുന്നു. വീട്ടുകാർക്കൊക്കെ സർപ്രൈസായി. നല്ല സർപ്രൈസ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ഫാമിലിയോട് നന്ദി പറയുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ചേട്ടൻ IIST 4 year BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പം ISR JP 5 2 വർഷം നിൽക്കുകയാണ്. അനിയൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ +2 പഠനത്തോടൊപ്പമായിരുന്നല്ലോ ബ്രില്യൻറ്റിൽ ഒരു എൻട്രൻസ് കോച്ചിങ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരേ സമയം +2വും ഒരുപോലെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കണം, അതുപോലെ തന്നെ എൻട്രൻസിനും അതിൻ്റെ ഒരു പ്രിപ്പറേഷനും വേണം, അതെങ്ങനെയായിരുന്നു രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോയത്? ബ്രില്യൻറ്റ് ഒത്തിരി സഹായിച്ചു. ബ്രില്യൻറ്റ് +2 പഠനത്തിനുള്ളത് ആദ്യം പറഞ്ഞു തരും, പിന്നെ നല്ലപോലെ ഡീപ്പായി അഡ്വാൻസിന് വേണ്ട രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു. അതൊത്തിരി ഹെൽപ്ഫുള്ളായി. അതുകൊണ്ടാണ് +2 പരീക്ഷയും നന്നായി എഴുതാൻ പറ്റി, എൻട്രൻസ് നന്നായി എഴുതാൻ പറ്റി. അപ്പോൾ കീമിന് തവണ ഓൺലൈൻ ആയിരുന്നല്ലോ, കീം ഓൺലൈനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് എല്ലാ ആഴ്ചയിലും കീമിൻ്റെ മോഡലൊക്കെ നടത്തുമായിരുന്നു. അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു, ഒരേപോലെ. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ വരെ കീം ഓഫ്ലൈൻ ആയിരുന്നല്ലോ, ഈ വർഷം മുതലാണ് ഓൺലൈൻ ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല? കാരണം ബ്രില്യൻറ്റ് ഓൺലൈനായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ബ്രില്യൻറ്റ് കമ്പ്യൂട്ടർ ശീലമായതുകൊണ്ട് ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല അല്ലേ? ശരിക്കും ഓൺലൈനായിട്ട് നടത്തുന്നതിനോടായിരുന്നോ നിങ്ങൾക്ക് ഒരു താല്പര്യം? അതെ, അതാകുമ്പോൾ നമുക്ക് തെറ്റണ്ടേ തിരുത്താം, തിരുത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് നല്ലതായിരുന്നു. അതെ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ബ്രില്യൻറ്റിലെ സ്റ്റഡി മെറ്റീരിയൽസ് ഭയങ്കര നല്ലതാണ്. ഞാൻ ബ്രില്യൻറ്റിലെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് പഠിച്ചത്. ഞാൻ വേറെ ബുക്കൊന്നും അങ്ങനെ അധികം മേടിച്ചിട്ടൊന്നുമില്ല. അതിലെ ചോദ്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, ഭയങ്കര അഡ്വാൻസ് ലെവലായിട്ടുള്ളതാണ്. അതൊക്കെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് നല്ല റാങ്ക് കിട്ടിയത്. ലേണിംഗ് ആപ്പിലാണെങ്കിലും ആപ്പ് ഞാൻ കുറേ എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു. അതിലെ എക്സാംസ് ഒക്കെ എഴുതി കുറേ കമ്പ്യൂട്ടറിൽ എഴുതി പ്രാക്ടീസായാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. അതുകൊണ്ട് പരീക്ഷ എഴുതിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം മോനുണ്ടായത് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? മാത്സിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടായിരുന്നു? അതോ ഇനി +1 +2 കാലഘട്ടത്തിലാണോ അത്തരത്തിലുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്? അല്ല, എനിക്കൊരു 8ാം ക്ലാസ് മുതൽ എഞ്ചിനീയർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ JEE റിപ്പീറ്റഡ് ബാച്ചിലായിരുന്നു. എനിക്ക് അപ്പം തൊട്ട് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ചേട്ടനായിരുന്നു ഒരു ഇൻസ്പിറേഷൻ? ആയിരുന്നു. എനിക്ക് പിന്നെ മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് തന്നെ തിരഞ്ഞെടുത്തു. എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്? IIT ബോംബെയിൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് ചേരുന്നത്. ഓക്കെ, IIT ബോംബെ തന്നെ ആയിരുന്നോ നേരത്തെ മനസ്സിൽ? അതെ, IIT ബോംബെ ആയിരുന്നു നേരത്തെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ തീരുമാനിച്ചത്, ഇലക്ട്രിക്കൽ എടുക്കാൻ തീരുമാനിച്ചതും ആ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു? ഇലക്ട്രിക്കൽ എനിക്ക് നല്ല താല്പര്യമുള്ള മേഖലയായിരുന്നു, അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ടുമ്പോൾ ചിലപ്പോൾ മാർക്കൊന്ന് കുറയും, ചിലപ്പോൾ ഒന്ന് കൂടും, ചിലപ്പോൾ കുറയും, അങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ വരുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തത്? എനിക്ക് എപ്പോഴും നല്ല മാർക്കൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് മാർക്ക് കുറയുമ്പം ഭയങ്കര വിഷമമാകുമ്പം സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് സെൻറ്ററിലെ കോർഡിനേറ്ററായ ബിജു സാറും ക്ലാസ് ടീച്ചർമാരായ ജോസഫ് സാറും അമൽ സാറൊക്കെ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല റാങ്ക് കിട്ടിയത്. അവരോടൊക്കെ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പേരൻസിനെ കൂടി മീറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിനി അവരുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ നെവിൻ്റെ അച്ഛനും അമ്മയും എനിക്കിപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടുകൂടി ചോദിക്കാം. അവരെല്ലാവരും ആ ഒരു നല്ലൊരു റിസൾട്ട് നെവിന് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സിബിച്ചൻ പി. എന്താ ചെയ്യുന്നത്? ഞാൻ പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ജോലി നമ്മുടെ ഇതിനകത്ത് റെയിൽവേയിൽ ചെറിയ ജോലി, അതായത് നമ്മുടെ കോൺട്രാക്ട് ബേസിൽ ചെയ്യാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ നെവിന് JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ, അതുപോലെ തന്നെ ഇപ്പോൾ കീമിലും നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്? അപ്പോൾ നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നോ നേരത്തെ? പാലാ ബ്രില്യൻറ്റിൽ പോയത് കൊണ്ടാണ് ഏറ്റവും നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ചെറുപ്പം മുതലേ അവൻ നമ്മുടെ പോരുക്കർ സ്കൂളിലാണ് പഠിച്ചത്. അവൻ നല്ല ക്ലാസ്സിൽ നല്ലവണ്ണം പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പം പാലാ ബ്രില്യൻറ്റിൽ തന്നെ പോകണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അവിടെ പോയി നല്ലവണ്ണം രീതിയിൽ പഠിച്ചു. അതുപോലെ നെവിൻ്റെ അമ്മയാണ്, അമ്മയുടെ പേര് റിൻസി.
എന്താ വീട്ടിൽ തന്നെ? വീട്ടിൽ. ഓക്കെ. അപ്പോൾ എന്താണ് ഇപ്പോൾ മനസ്സിൽ ഉള്ളത്? ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് മോൻ്റെ ഈ വിജയത്തിൽ. ആദ്യം തന്നെ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ നേടാൻ അവന് സാധിച്ചത്. പിന്നെ അവൻ്റെ കഠിനാധ്വാനം, അവൻ്റെ ശ്രമത്തിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഫലം അവന് കിട്ടി. പിന്നെ ബ്രില്യൻ്റ് ഫാമിലി ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു ബ്രില്യൻ്റ് ഫാമിലിയോട്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവന് ഈ വിജയം ഇത്രയും കൈവരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ നെവിൻ്റെ ചേട്ടനും ഇതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് അവന് ഇപ്പോൾ IASC അവന് കിട്ടി. എല്ലാത്തിലും ദൈവത്തോട് നന്ദി പറയുന്നു. ബ്രില്യൻ്റ് ഫാമിലിയോടും കൂട്ടത്തിൽ സന്തോഷത്തിൻ്റെയും കൂടെ ഒരു നിറവിലാണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ നെവിൻ എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ എന്നുള്ളൊരു ആഗ്രഹം പറയായിരുന്നോ? കൊച്ചിലെ തൊട്ട് അവനെ എന്ത് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവൻ കുഞ്ഞിലെ തൊട്ട് പഠിച്ച് വന്നത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ആഗ്രഹം പറഞ്ഞു ബ്രില്യൻറ്റിൽ തന്നെ ചേർന്ന് പഠിക്കണം. അത് മാന്നാനത്ത് സ്കൂളിൽ ചേർന്ന് ബ്രില്യൻറ്റിൻ്റെ ഇത് ചേർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹം അവൻ പറഞ്ഞു. പിന്നെ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിജയം അവന് ഉറപ്പായിരുന്നു. എങ്ങനെയാണെങ്കിലും സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും ഇതുപോലെ തന്നെ IIT-യിലായാലും എവിടെയാണെങ്കിലും ഫ്യൂച്ചറിലുണ്ടാകുന്ന എല്ലാ പരീക്ഷകളിലും ഇതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാവാനായിട്ട് നെവിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.